ഇന്ന് ചായക്കൊപ്പം വളരെ എളുപ്പത്തിലൊരു ഒനിയൻ പക്കോട ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഒനിയൻ പക്കോട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം സബോള, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് മൈദ, ഇവയെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം നമ്മളുടെ മിക്സിയിലേക്ക് കുറച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ലൂസ് ആവാൻ പാടില്ല, വെള്ളം കൂടിപ്പോവാൻ പാടില്ല, കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒനിയൻ പക്കോട പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഒനിയൻ പക്കോട ഫ്രൈ ചെയ്യാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ പക്കോട മിക്സ് ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബാച്ച് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒനിയൻ പക്കോട 2 സൈഡും നല്ലപോലെ മറിച്ചും തിരിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒനിയൻ പക്കോട വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിം ആക്കിയാൽ ഉള്ളിൽ കുക്കാവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒനിയൻ പക്കോട നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള ഈസി സിമ്പിളായിട്ടുള്ള റെസിപ്പീസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.